തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പാർസൽ സംവിധാനം നിർത്തുന്നതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയും സിഐടിയും തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി എ രമേഷ് ബാബു അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി TP ശ്രീധരൻ, P സനീഷ്, മുഹമ്മദ് ഫാസിൽ, ബ്ലോക്ക് സെക്രട്ടറി PV സച്ചിൻ, സീത പ്രദീപ, മർഫാൻ എന്നിവർ സംബന്ധിച്ചു. മാർച്ച് 10 മുതലാണ് സ്റ്റേഷനിലെ പാർസൽ സംവിധാനം നിർത്തലാക്കുന്നത്. തലശ്ശേരി താലൂക്കിന് പുറമെ വടകരയോട് ചേർന്ന് നിൽക്കുന്ന ചില പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മാനന്തവാടി, കുറുക് ഉൾപ്പെടെയുള്ള ദേശങ്ങളിലെ ജനങ്ങൾ ഉൾപ്പെടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനെയാണ് പ്രധാനമായും ആശ്രയിച്ചു വന്നിട്ടുള്ളത്. ഇപ്പോൾ മാഹിയിൽ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും പല സ്റ്റോപ്പുകളും അവിടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ യാത്ര ചെയ്യാനായാലും പാർസൽ സർവീസിന്റെ ഭാഗമായും ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ തലശ്ശേരി നഗരസഭയെ പോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 125 വർഷമായി ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്രയോ കാലമായി നിലനിൽക്കുന്ന പാർസൽ സർവീസ് പൊടുന്നനെ നിർത്തലാക്കുകയാണ്. അങ്ങനെ പൊടുന്നനെ നിർത്തലാക്കുന്നത് കൊണ്ട് ആർക്കെല്ലാമാണ് നഷ്ടമുണ്ടാവുന്നത്? ഇവിടെ 10ഓളം തൊഴിലാളികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ 10ഓളം തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ